നമസ്കാരം. ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് എത്ര ഡയറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും വയറിന്റെ സൈഡിലുള്ള ഫാറ്റും മാത്രം കുറയുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വയറിന്റെ സൈഡിലുള്ള ഫാറ്റ് കുറയാത്തത്? അതിന് നമ്മൾ ലവ് ഹാൻഡിൽസ്, മഫിൻ ടോപ്പ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത് കുറയാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം. കൂടാതെ ഈ ലവ് ഹാൻഡിൽസും മഫിൻ ടോപ്പും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 4 എക്സസൈസും പിന്നെ നമ്മൾ ഡയറ്റ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ എങ്ങനെയാണ് ഈ വയറിന്റെ സൈഡിലും അടിവയറ്റിലും അതുപോലെ തൊടയിലും കയ്യിലൊക്കെ കൂടുതലായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാലറീസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാവുകയും നമ്മൾ ആവശ്യത്തിന് കാലറീസ് വർക്കൗട്ടും എക്സസൈസും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി വഴിയൊന്നും ബേൺ ആയി പോവാണ്ടേ ഇരിക്കുന്ന സമയത്ത് അധികമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയകളാണ് ഈ പറഞ്ഞ ഹിപ്പ് റീജിയൻ. അതാണ് വയറിന്റെ സൈഡില്, പിന്നെ നമ്മുടെ അടിവയറ്, കയ്യ്, തുട ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അധികമായിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു ഇടുപ്പിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഫാറ്റ് കണ്ടുവരുന്നത്. രണ്ടാമതൊരു കാര്യം, ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാം. അതായത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD, പിന്നെ പോസ്റ്റ് പാർട്ടം സ്ട്രെസ്, ചേഞ്ചസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഈ വയറിന്റെ ചുറ്റിലും ഫാറ്റ് അടിഞ്ഞുകൂടാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ PCOD പോസ്റ്റ് പാർട്ടം ആണെങ്കിലോ ഒക്കെ അതിനെയും കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം. ആ സമയത്തുള്ള ആ ബുദ്ധിമുട്ടുകളെ കൂടി നമ്മൾ അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് മാത്രം കുറയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എക്സസൈസ് ചെയ്തിട്ടും ഈ പറയുന്ന ഫാറ്റ് കുറയാണ്ടിരിക്കുന്നത്? ഒരു പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാലറീസ് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവില്ല. ഇന്റൻസിറ്റി കുറവായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാളായിട്ട് ഒരേ കാർഡിയോ അല്ലെങ്കിൽ ഡാൻസ് വർക്കൗട്ട് തന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് ഒരേ എക്സസൈസ് തന്നെ കുറെ നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവാതെ ഒരേ വെയിറ്റിൽ തന്നെ സ്റ്റേബിൾ ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന ഈ വെയിറ്റ് ലോസിൽ വരുമ്പോഴും വെയിറ്റ് കുറയാണ്ട് ഒരേ വെയിറ്റിൽ ഇങ്ങനെ പ്ലാറ്റൂ സ്റ്റേജിലായിട്ട് നിന്ന് പോകുന്നത് കാണാറുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു സമയക്രമം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഡയറ്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇതൊക്കെ നമ്മൾ ചിട്ടയായിട്ട് ഓരോ സമയത്തിനനുസരിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന 4 എക്സസൈസുകളാണ് കേട്ടോ. അപ്പൊ ഈ 4 എക്സസൈസും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത്രയും നാള് കാര്യമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ എക്സസൈസും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നടുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടി ചെയ്യരുത് ഒരിക്കലും. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ എക്സസൈസും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഇതുപോലെ നടുവേദന, മുട്ടുവേദന ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള എക്സസൈസ് അറിയണം, അത് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിരിക്കാം. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഡയറ്റിന്റെ കാര്യം വളരെ പ്രധാനമാണ്. നമ്മൾ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ്, വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസ് നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ തീരെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡ് മാത്രം കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ സാധാരണ കഴിക്കുന്ന ഫുഡിലേക്ക് വരുമ്പോൾ ആ കുറഞ്ഞ വെയിറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ കൂടി തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതും നമ്മൾ ശാശ്വതമായിട്ട് ഒരു വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൽ തന്നെ കുറച്ച് കൃത്യമായിട്ടുള്ള എമൗണ്ടിൽ പ്രോട്ടീൻ, ഫൈബർ ഇതൊക്കെ കൃത്യമായിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആ എക്സസൈസിലേക്ക് പോവാം. അതിൽ ആദ്യത്തേത് സൈഡ് പ്ലാങ്ക് ആണ്. ഇനി ആ എക്സസൈസിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാട്ടോ. നമ്മൾ ഈ പറയുന്ന എക്സസൈസ് നമ്മൾ അധികവും ഈ പറയുന്ന വയറിന്റെ സൈഡിലുള്ള ഫാറ്റ് കുറയാനായിട്ട് ആ ഒരു ഏരിയ, ഹിപ്പ് റീജിയൻ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്. പക്ഷെ അതുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ മാത്രം കുറയുന്നല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ഏത് എക്സസൈസ് ചെയ്താലും നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് മൊത്തത്തിലാണ് കുറയുന്നത്. ഈ കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അവിടെയുള്ള മസിൽസിന് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാനും അങ്ങനെ ആ ഒരു വേസ്റ്റ് റീജിയൻ ഒക്കെ ഒന്ന് ടോൺ ചെയ്തെടുക്കാനും കൂടി വേണ്ടിയാണ്. അപ്പൊ ആദ്യത്തെ എക്സസൈസ് സൈഡ് പ്ലാങ്ക് ആണ്.
നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ശീലമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സൈഡ് പ്ലാങ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഞാൻ പറയാം. താഴെ ഞാനൊരു ഫോട്ടോയും കൊടുത്തിരിക്കുക അതിന്റെ. ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു മാറ്റ് ഒക്കെ വിരിച്ചിട്ട് നമ്മൾ താഴെ കിടക്കുക. നമ്മൾ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് കിടക്കുക. എന്നിട്ട് നമ്മുടെ കാല് രണ്ടും നിവർത്തി തന്നെ വെക്കുക. നമ്മളുടെ ഈ കൈമുട്ടും ഷോൾഡറും ഒരേ ലൈനിൽ വരണം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ എൽബോ ഇല്ലേ, കൈമുട്ടിന്റെ ബലത്തിലാണ് നമ്മൾ പൊങ്ങുന്നത്. നമ്മൾ കൈമുട്ട് കുത്തിയിട്ട് നമ്മൾ ഹിപ്പ് റീജിയൻ, നമ്മൾ ഈ ഇടുപ്പ് നമ്മൾ പൊക്കാനാണ് ശ്രമിക്കുന്നത്. പതുക്കെ അത് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് പലർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ 10, 20, 30 ഒക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ട് സൈഡിലും നമ്മൾ ചെയ്യണം. ഇത് നിന്നിട്ട് പതുക്കെ തന്നെ വേണം കേട്ടോ നമ്മൾ താഴേക്ക് വരാനായിട്ട്. ഒറ്റയടിക്ക് നിലത്തേക്ക് വീഴരുത്, പതുക്കെ തന്നെ വരിക. എന്നിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് വൺ, സൈഡ് പ്ലാങ്ക്. ഈ സൈഡ് പ്ലാങ്ക് ഈ പറഞ്ഞ ലവ് ഹാൻഡിൽസ്, മഫിൻ ടോപ്പ്, നമ്മൾ വയറിന്റെ സൈഡിൽ ഉണ്ടാവുന്ന ഫാറ്റിന് വളരെ എഫക്റ്റീവ് ആണ്. നമ്മളെ വേസ്റ്റ് ഒക്കെ ടോൺ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒബ്ലിക് മസിൽസ്, അതായത് സൈഡിലുള്ള മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് വളരെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. പിന്നെ രണ്ടാമത്തേത് റഷ്യൻ ട്വിസ്റ്റ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മളെ വേസ്റ്റ് റീജിയൻ ടോൺ ചെയ്തെടുക്കാനും മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ നിലത്ത് ഇരുന്നിട്ട് തന്നെയാണ്. നമ്മളെ മുട്ട് മടക്കണം. എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റിന്റെ ഭാഗം കുറച്ചൊന്ന് പിന്നിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മുടെ കൈ രണ്ടും ജോയിൻ ചെയ്തിട്ട് മുന്നിലോട്ട് വെക്കണം. എന്നിട്ട് ഈ കൈ പതുക്കെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും, അപ്പൊ കൊണ്ടുപോകുമ്പോൾ റൈറ്റിലേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് സെന്ററിലേക്ക് വരണം. എന്നിട്ട് സെന്ററിൽ നിന്ന് ഇതുപോലെ അടുത്ത സൈഡിലേക്കും കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ മാത്രമല്ല കൊണ്ടുപോകുന്നത്, നമ്മുടെ ഈ ഹിപ്പ് റീജിയൻ, ഇവിടെ നമ്മുടെ വേസ്റ്റിന്റെ ആ ഭാഗം മുതലേ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതാണ് റഷ്യൻ ട്വിസ്റ്റ്. ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇത് നമുക്കൊരു 20, 30 ട്വിസ്റ്റ് വരെയൊക്കെ ചെയ്യാട്ടോ. അതിന്റെ ഒരു 2, 3 റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ റഷ്യൻ ട്വിസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാല് കുറച്ച് ഉയർത്തി വെച്ചിട്ടും അതുപോലെ ഈ കാൽപാദം നിലത്ത് കുത്തി വെച്ചിട്ടും ഇങ്ങനെ രണ്ട് വേരിയേഷൻസ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ എക്സസൈസിന്റെ പേരും സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സൈഡ് പ്ലാങ്ക്, റഷ്യൻ ട്വിസ്റ്റ് എന്ന്. നിങ്ങൾ ഒന്നുകൂടി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്ത് പഠിക്കാനായിട്ട്. പിന്നെ മൂന്നാമത് പറയാൻ പോകുന്നതാണ് സ്റ്റാൻഡിങ് സൈഡ് ബെൻഡ്. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാല് കുറച്ചൊന്ന് വിട്ടിട്ട്, അതായത് നമ്മളെ ഷോൾഡർ ലെവലിൽ വരുന്ന രീതിയിൽ കാലിന്റെ വിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു കൈ പൊക്കിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ കുനിഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ സൈഡിലുള്ള ഈ മസിൽസിനൊക്കെ സ്ട്രെച്ചിങ് വരുന്ന രീതിയിൽ. ഇത് വളരെ പതുക്കെയും കൺട്രോൾഡ് ആയിട്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരികയല്ല, വളരെ പതുക്കെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാം. ഇത് ഒരു സൈഡിലും 20 വട്ടം ചെയ്യാം. അതിന്റെ ഒരു 2, 3 സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇനി ലാസ്റ്റത്തേത് നമുക്ക് കിടന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പേര് സൈഡ് ലൈങ് ലെഗ് റൈസ് എന്നാണ്. നമ്മൾ സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ട് നമ്മുടെ ഏറ്റവും അടിയിൽ വരുന്ന കാലൊന്ന് മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ മേലെയുള്ള കാല് പതുക്കെ പൊക്കുക, പതുക്കെ താഴ്ത്തി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും വളരെ സ്ലോയും കൺട്രോൾഡും ആയിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കാല് പൊക്കിയിട്ട് ഏറ്റവും മുകളിൽ വരെ കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പൊക്കിയാൽ മതി. പൊക്കിയിട്ട് അവിടെ നിങ്ങൾ 1, 2 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക. എന്നിട്ട് 2 സെക്കൻഡ് അവിടെ കാല് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ താഴേക്ക് കാല് കൊണ്ടുവരാം. ഇത് ഒരു 15, 20 തവണ ഒരു സൈഡിൽ ചെയ്യാം. രണ്ട് സൈഡും ഇതുപോലെ മാറി മാറി ചെയ്യാം. എന്നിട്ട് ഇതിന്റെയും ഒരു 2, 3 സെറ്റ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതാണ് 4 എക്സസൈസ്. ഇതാണ് നമ്മുടെ ഹിപ്പ് റീജിയനും ആ ഒരു വേസ്റ്റ് റീജിയനിലെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആക്കിയിട്ട് അവിടെ നിന്ന് ടോൺ ചെയ്ത് ഈ പറയുന്ന ഫാറ്റ് ലൂസിനൊക്കെ സഹായിക്കുന്നത്. ഇത് നിങ്ങളുടെ വർക്ക്ഔട്ട് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റും ശ്രദ്ധിക്കണം. കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറ്റ് സംബന്ധമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.